ഹായ് വെൽക്കം ടു നൈസി ഫാമിലി വ്ളോഗ്. ഈദ് ഹോളിഡേ ജൂൺ 5 തൊട്ട് 8 വരെ അടുപ്പിച്ച് 4 ദിവസം ലീവ് കിട്ടിയത് കൊണ്ട് എവിടെയെങ്കിലും പോകണം എന്നുള്ള ഉദ്ദേശം ഞങ്ങൾ പ്ലാൻ ചെയ്തത് UAE കൊർഫക്കാൻ എന്ന സ്ഥലത്തായിരുന്നു. കൊർഫക്കാൻ എന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതകളും വിശേഷങ്ങളുമാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. പുറകിൽ കാണുന്നത് എൻ്റെ എൽഡർ ബ്രദറും ബ്രദറിൻ്റെ വൈഫും മറ്റേത് യങ്ങർ ബ്രദറുമാണ്. ഞങ്ങളെല്ലാവരും ഇപ്പോൾ UAE മിക്കപ്പോഴും ഇങ്ങനെ ലീവ് കിട്ടുമ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ട്രിപ്പ് പോവാറുള്ളത്. ഈ പുറകിൽ കാണുന്ന ആ ചെറുത് എൻ്റെ മോനാണ് കേട്ടോ. പിന്നെ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഹസ്ബൻഡും പിന്നെ ഞാനും. അങ്ങനെ ഞങ്ങൾ 6 പേരാണ് ഈ ട്രിപ്പിലുള്ളത്. കുറേ ദൂരം വരെ ഒരു പച്ചപ്പ് പോലും ഇല്ലാത്ത വലിയ മലനിരകളായിരുന്നു കാണുന്നുണ്ടായിരുന്നത്. ആ മലനിരകളുടെ ഭംഗി ആസ്വദിച്ചിങ്ങനെ പോകാൻ നല്ല രസമാണ്. ശരിക്കും ആ മലനിരകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വേറെ ഏതോ ഗ്രഹത്തിലെത്തിയ ഒരു ഫീലിംഗ് തോന്നുമേ. മാർസിൻ്റെയൊക്കെ ചിത്രങ്ങൾ സാറ്റലൈറ്റ് പുറത്തു വിടില്ലേ, അതേപോലത്തെ ഫോട്ടോസ് ആയിട്ട് എനിക്ക് തോന്നി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ മലനിരകൾ കണ്ടുകൊണ്ടുള്ള യാത്ര അടിപൊളിയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങി ഫോട്ടോസും വീഡിയോസും എടുക്കാനുള്ള ഭയങ്കര ത്വരയായിരുന്നു. ഭയ്യൻ്റെ ശല്യം സഹിക്കാൻ പറ്റാണ്ട് ഒരു സ്ഥലത്ത് നിർത്തി തന്നു. പിന്നെ പട്ടിണി കിടന്നവന് ബിരിയാണി കിട്ടിയ പോലെ ഞങ്ങൾ തകർക്കുകയായിരുന്നു. പിന്നെ ഇവിടെ പോയാലും നമ്മുടെ ലക്ഷ്യം ഫോട്ടോസും വീഡിയോസും എടുക്കലാണല്ലോ, അതങ്ങ് വൃത്തിയും വെടിപ്പായിട്ടും ചെയ്യും. തുല്യമാമിയും വിക്കിയും അടിപൊളിയായിട്ട് പോസ് ചെയ്തു. ട്രിപ്പിൻ്റെ ഫസ്റ്റ് മൂഡായതുകൊണ്ടാണ് വിക്കി പോസ് ചെയ്തത്. നല്ല ഫോട്ടോസ് കിട്ടാൻ വേണ്ടിയുള്ള കോപ്രായങ്ങളാണ്. മലയുടെ മുകളിൽ കയറിയും ഇറങ്ങിയും. ഞാനും ഇവിടെ നിന്ന് ഭയങ്കര വീഡിയോ ഷൂട്ടിലാണ്. ഞാൻ എല്ലാവർക്കും നല്ല ഫോട്ടോസും വീഡിയോസും എടുത്ത് കൊടുക്കുകയാണെങ്കിലും എനിക്കെല്ലാവരും പൊട്ടയെടുത്ത് തരും. അതുകൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കണേ പ്ലീസ്. ഇതിനൊക്കെ ആദ്യം എതിർപ്പ് പറയുമെങ്കിലും നല്ല ഫോട്ടോസ് കിട്ടിയ ഫസ്റ്റ് ഫേസ്ബുക്ക് പ്രൊഫൈൽ മാറ്റുന്നത് എൻ്റെ ഹസ്ബൻഡ് തന്നെ ആയിരിക്കും. ഇവിടുത്തെ കാറ്റാണ് കാറ്റ് എന്നൊക്കെ പാടാൻ തോന്നേ. എന്നാൽ കാറ്റ് തന്നെ ഞങ്ങൾക്കിട്ട് പണി തന്നു. ചെറിയ മണൽക്കാട്ടുള്ളത് കൊണ്ടാണോന്നറിയില്ല, കുഞ്ഞിച്ചക്കൻ്റെ കണ്ണി പൊടി വീണു. പിന്നെ അപ്പം തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പാക്കപ്പ് ചെയ്തു. ദാ കാണുന്നത് വലിയ ടണലാണ്. റോക്ക് ഡിഗ് ചെയ്ത് ഉണ്ടാക്കിയ ടണലാണിത്. എന്ത് മനോഹരമായിട്ടാണ് പണിതിരിക്കുന്നത്. ഈ ടണലിലൂടെയുള്ള റോഡ് യാത്ര കുറേ ദൂരം വരെ നീണ്ടു കിടക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ കൊർഫക്കാൻ ടൗണിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ബോർഡ് ദേ കാണാൻ തുടങ്ങി. ആ ദൂരെ കാണുന്നതാണ് കൊർഫക്കാൻ ടൗൺ. ഈ ചെക്കൻ കണ്ണിൽ പൊടി വീണതിന് ശേഷമുള്ള പരാക്രമങ്ങളൊക്കെ കഴിഞ്ഞ് ഉറങ്ങിപ്പോയതാണ്. അതിനുശേഷം പിന്നെ കണ്ണിൽ നിന്ന് കൂളിംഗ് ഗ്ലാസ് എടുത്തിട്ടേ ഇല്ല. അങ്ങനെ ഞങ്ങൾ കൊർഫക്കാൻ എത്തി കേട്ടോ.
ഇനി കൊർഫക്കാനെ പറ്റി പറയുകയാണെങ്കിൽ UAEയിലെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കൊർഫക്കാൻ. ആളുകൾ ഇതിനെ കിഴക്കിൻ്റെ മണവാട്ടി, ബ്രൈഡ് ഓഫ് ദി ഈസ്റ്റ് എന്ന് വിളിക്കാറുണ്ട്. കാരണം അവിടുത്തെ അതിമനോഹരമായ ബീച്ചുകളും കാഴ്ചകളുമാണ്. ശാന്തമായ കാലാവസ്ഥ, മനോഹരമായ കടലോരം, ചുറ്റുമുള്ള മലനിരകൾ എന്നിവയിൽ ഇത് പ്രശസ്തമാണ്. പഴയ കോട്ടകളും മ്യൂസിയങ്ങളും പോലുള്ള ചില ചരിത്രപരമായ സ്ഥലങ്ങളും അവിടെയുണ്ട്. വിശ്രമിക്കാനും പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാനും പറ്റിയ ഒരിടമാണ് ഇത്. ഈ കാണുന്നത് ഒരു ആംപി തിയേറ്ററാണ്. എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ഉണ്ടാകുന്ന ഡ്രാമ, ഡാൻസ് പോലുള്ള പല പ്രോഗ്രാംസുകളും ഈവൻസുകളും ഒക്കെ ഇവിടെ കണ്ടക്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ ചൂട് സീസൺ ആയതുകൊണ്ട് തന്നെ വലിയ കലാപരിപാടികളൊന്നും ഈ സമയം ഇവിടെ ഉണ്ടായില്ല. സോ നമ്മളുടെ കലാപരിപാടികളായിരുന്നു. ഒരു വീഡിയോന് പോസ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചപ്പോഴുള്ള ആക്ടിംഗ് ആയി കാണുന്നത്. അല്ലെങ്കിലോ അവന് ഏറ്റവും ഇഷ്ടമില്ലാത്തത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇതാണ്. ഇനി അല്പം അഡ്വഞ്ചറസ് ആവാമെന്ന് കരുതി വിക്കി ഓടി കയറുവാണ് ആ മലമുകളിലേക്ക്. റിസ്കി ആയതുകൊണ്ട് പകുതി വരെ കയറിയുള്ളൂ. ഈ ഓടിപ്പോയി ഞാൻ തുറക്കാൻ നോക്കുന്നത് കൊട്ടാരത്തിൻ്റെ കവാടമാണ്. പക്ഷേ എനിക്ക് വേണ്ടി ഇത് തുറന്നില്ല. എത്ര വലിയ പടുകൂറ്റൻ ഡോറാണിത്. ശരിക്കും കൊട്ടാരത്തിൻ്റെ കവാടം പോലെ തന്നെ. ആക്ച്വലി കൊട്ടാര കവാടമൊന്നുമല്ല ഇത്, ആംപി തിയേറ്ററിൻ്റെ മറ്റൊരു സൈഡാണ്. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നടന്നെത്തുന്നത് ഒരു മാൻമെയ്ഡ് വാട്ടർഫാളിൻ്റെ അടുത്താണ്. ഇത് കാണുമ്പോൾ ശരിക്കും മാൻമെയ്ഡ് ആണെന്നൊന്നും പറയില്ല കേട്ടോ, നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഫുൾ ആ ഹില്ലി ഏരിയ അല്ലേ ഇവിടെ. അപ്പോൾ ആ റോക്സിൽ നിന്ന് ഇങ്ങനെ കുത്തി ഒലിച്ചുകൊണ്ട് വരുന്ന വെള്ളച്ചാട്ടം ശരിക്കും നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല കൂളി എഫക്റ്റാണ്. ഈ ചൂട് അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ആ വാട്ടർ ലേക്കിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ നല്ല ഒരു തണുത്ത ആ ഫീലുണ്ടല്ലോ, അത് മാക്സിമം എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഇവിടെ സീയും കൂടെ ഉണ്ടെന്നുള്ളതാണ്. ഹില്ലി ഏരിയ, കോസ്റ്റൽ ഏരിയ ഒരുമിച്ച് വരുന്നത് നമ്മളെ അതിശയിപ്പിക്കുന്ന മറ്റൊരു പ്രത്യേകതയാണ്. പിന്നെ ഈ ബീച്ചിൽ ബോട്ടിംഗ്, ഗ്ലൈഡിങ് നടക്കുന്നതൊക്കെ കാണാം. ഒരുപാട് പേർ വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട്. ബട്ട് ഇതൊരു ഫാമിലി ബീച്ചൊന്നുമല്ല. ലേഡീസിനൊക്കെ ഇറങ്ങുന്നതിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഒട്ടും പ്രൈവസി ഇല്ല, അത്രയ്ക്ക് റഷാണ് ആൾക്കാർ ഇവിടെ ഉള്ളത്. പിന്നെ കുറേ കഫറ്റേരിയകളൊക്കെ കാണാമെങ്കിലും ആൾക്കാരെയൊന്നും അങ്ങോട്ടേക്കൊന്നും കാണുന്നില്ല. പോക്കറ്റ് കീറുന്നവയാണെന്നാണ് തോന്നുന്നത്. ഇവർ 3 പേരും മാത്രമേ വെള്ളത്തിലിറങ്ങിയുള്ളൂ. എൻ്റെ മോൻ വിയാൻ, യങ്ങർ ബ്രദർ നോബിയും സാവൻ എൻ്റെ ഹസ്ബൻഡും. ഞങ്ങൾ 3 പേരും അവിടെ വായി നോക്കി നിന്നു. സാധാരണ UAEയിലെ ബീച്ചുകളിൽ തിര അധികം കാണാറില്ല, പക്ഷേ ഇവിടെ നല്ല തിരയുണ്ടായിരുന്നു. കുളിച്ചങ്ങടെ ആർമാദിച്ച് വാഷ്റൂമിൽ നിന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പുറത്ത് വരുമ്പോഴേക്കും നൈറ്റായി. അങ്ങനെ നമ്മൾ വന്ന വഴിയിലൂടെ തന്നെ തിരിച്ചു പോവുകയായിരുന്നു. അപ്പോൾ നൈറ്റ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പാലസ് പോലെ കിടക്കുന്ന ആംപി തിയേറ്ററിൻ്റെ നൈറ്റ് വ്യൂ ആണിത്. അങ്ങനെ നല്ലൊരു സ്പോട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയതിൻ്റെ സന്തോഷത്തിൽ നല്ല കുറേ ഓർമ്മകളുമായി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി.